BJP ആരോപിക്കുന്നത് കൃത്യമായ കണക്കില്ലാത്തതുകൊണ്ടാണ്, കൃത്യമായ കണക്ക് കൊടുത്തിരുന്നെങ്കിൽ പണം കിട്ടിയെന്നാണ് സുരേന്ദ്രൻ അല്പസമയം മുമ്പ് പറഞ്ഞത്. അത് സുരേന്ദ്രൻ അല്ലല്ലോ പറയേണ്ടത്, കേരളത്തിലെ BJP പ്രസിഡന്റ് അല്ലല്ലോ പറയുന്നത്, കേരളത്തിലെ BJP സംസ്ഥാന കമ്മിറ്റിയോടല്ലല്ലോ നമ്മൾ പണം ചോദിച്ചിരിക്കുന്നത്, കേന്ദ്ര ഗവൺമെൻറ്റിനോടാണ് ചോദിക്കുന്നത്. കേന്ദ്ര ഗവൺമെൻറ് പറയട്ടെ, കൃത്യമായ കണക്കില്ല. അങ്ങനെ അല്ലല്ലോ. പ്രധാനമന്ത്രിയെ ആദ്യം സന്ദർശിച്ചപ്പോൾ പ്രധാനമന്ത്രി പറഞ്ഞത് അതല്ല, കേന്ദ്ര സംഘം ഇവിടെ ഉണ്ടെന്നാണ്. പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിൻ്റെ സമയത്തും കേന്ദ്ര സംഘം ഇവിടെ ഉണ്ടെന്നാണ്. അപ്പോൾ ആ കേന്ദ്ര സംഘം പരിശോധിച്ചിട്ട് തന്നാലും മതി പണം, അവർ തന്നാലും മതി പണം. അല്ല BJP പ്രസിഡന്റിനോട് നമ്മളാരും ഈ സ്റ്റേറ്റ് ഗവൺമെൻറ്റോ അല്ലെങ്കിൽ ഈ സംസ്ഥാനമോ പണം ചോദിച്ചിട്ടുണ്ട് ഇവിടുത്തെ? അല്ലല്ല, ഞങ്ങൾക്ക് ഇതല്ലാതെ തന്നെ ആ പാർലമെന്റിനകത്ത് കേരളത്തിൻ്റെ ഒരു വിഷയം എന്നുള്ള നിലയിൽ ഞങ്ങളിത് ഉയർത്തിപ്പിടിക്കും. അതിന് നമുക്കിപ്പോൾ വേറെ ആരുടെയും സഹായം വേണ്ട, ഞങ്ങൾ സമരം ചെയ്യാൻ. കാരണം ഇവരെപ്പോഴാണ് കോംപ്രമൈസ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അല്ല അതിലൊന്നുമില്ല, ഞങ്ങൾ ഒറ്റയ്ക്ക് തന്നെയാണ് സമരം. ഞങ്ങൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, കേന്ദ്രത്തിനെതിരായ ഒരു സമരത്തിലും ഞങ്ങൾ LDF-നെയോ CPM-നെയോ കൂട്ടുപിടിക്കില്ല. കാരണം എന്താ അറിയാം, ഇവരെപ്പോഴാണ് കോംപ്രമൈസ് ആണെന്ന് പറയാൻ പറ്റില്ല. നമ്മൾ വെറുതെ അപകടത്തിലാവും. ഞങ്ങൾക്ക് ഒറ്റയ്ക്ക് സമരം ചെയ്യാനുള്ള ശേഷിയുണ്ട്. CPM-നെ കൂട്ടുപിടിക്കേണ്ട ആവശ്യം കേരളത്തിൽ